കാനറ ബാങ്കിൻ്റെ കയ്യിലുള്ള നമ്മളെടുത്ത ഫിഗേഴ്സ് വെച്ച് നോക്കാം 10,000 ക്രോസോളം എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ട്. 10,000 ക്രോസോളം. അപ്പോൾ 10,000 ക്രോസ് എഡ്യൂക്കേഷൻ ലോൺ എടുക്കണമെങ്കിൽ അത് അവർക്ക് അതിന് സെക്യൂരിറ്റി വെക്കാൻ പറ്റുന്നവരല്ലേ എടുത്തിട്ടുണ്ട്. സെക്യൂരിറ്റി വെക്കാൻ പറ്റാത്ത ആൾക്കാർ ഏതൊക്കെ ബാങ്കിൽ പോയി കാണും? അവർ പ്രൈവറ്റ് ബാങ്ക്സിൽ പോയിട്ടുണ്ട്, അവരെ പ്രോപ്പർട്ടി വിറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ പ്രൈവറ്റ് ആയിട്ടുള്ള മണി ലെൻഡേഴ്സിൻ്റെ അതിന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും അതും. ഈ കുട്ടികൾ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്ത് അവിടെ പോയിട്ട് എത്ര പേര് സക്സീഡ് ചെയ്യുന്നു? അവിടെ ചെന്ന് അവർ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നു, പമ്പിൽ നിൽക്കുന്നു, അവിടെ നിൽക്കുന്നു, ദേ സമം മാനേജ്. പഠിത്തം കഴിഞ്ഞ് 2 years വരെ നിൽക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ ജോലി കിട്ടി തിരിച്ചു വരുന്നു. വാട്ട് വിൽ ദേ ഡു? മനസ്സിലായില്ലേ? അതിന് പകരം നമ്മൾ ഈ കുട്ടികളെ നമ്മൾ കുറച്ചുകൂടെ എൻ്റർപ്രണർഷിപ്പ് പഠിപ്പിച്ച് അവരെ പഠിപ്പിച്ച്, കാരണം സർക്കാർ ജോലിയൊന്നും അല്ല ജോലി, അല്ലെ ബാങ്കിൽ കയറുന്നത് ഒരു ജോലിയല്ല. നിങ്ങൾക്ക് രണ്ടും ട്രൈ ചെയ്ത് നോക്ക്. പക്ഷേ യു ക്യാൻ ബിക്കം യുവർ ഓൺ എംപ്ലോയർ. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ടുള്ള ഓണർ ആയിക്കൂടെ? അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വരണം. അതിന് വരണമെങ്കിൽ വി മസ്റ്റ് ഗിവ് ദം ദി നെസസറി നോളജ്. ഇപ്പം നമ്മളെ ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ടാക്കുന്നത്, യൂണിവേഴ്സിറ്റിക്ക് ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ടാക്കാം. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി, ഞാൻ സെനറ്റ് മെമ്പറാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ കോഴ്സസിനെ അപ്ഗ്രേഡ് ചെയ്താൽ ആ സെനറ്റിൽ ഇരിക്കുന്നത്, സിൻഡിക്കേറ്റിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ്. നമ്മൾ അവരെ ഒന്ന് കംപ്ലീറ്റ് കോൺഫിഡൻസ് എടുത്തിട്ട് നമ്മൾ കോഴ്സ് മാറ്റണം. കാരണം പൊതുവേ ഉള്ള സംസാരം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കേരള യൂണിവേഴ്സിറ്റിയും പല യൂണിവേഴ്സിറ്റിയും കോഴ്സ് അപ്ഗ്രേഡ് ചെയ്യാത്തത് ഈ ടീച്ചർ കമ്മ്യൂണിറ്റി അതിനെതിരാണ്. കാരണം അവർക്ക് ഈ കോഴ്സ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അവരും കൂടെ പഠിക്കണം. വർക്ക് ലോഡ് കൂടും, അവരും കൂടെ പഠിക്കണം, അവർക്കും കൂടെ പഠിച്ച് അപ്ഗ്രേഡ് ചെയ്താലേ കുട്ടികളെ പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നതാണ് പൊതുവെ ഒരു സംസാരം. പക്ഷെ എനിക്ക് തോന്നുന്നത് അവർ ടീച്ചേഴ്സിനെയും ഈ വന്നിരിക്കുന്ന സെനറ്റ് മെമ്പേഴ്സ്, സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് നമ്മളെല്ലാവരും വിചാരിച്ചാൽ മാത്രമേ അടുത്ത തലമുറയെ വാർത്തെടുക്കണം. നമ്മളും കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് വാർത്തെടുക്കാം. കുറച്ചൊക്കെ സ്ട്രെയിൻ ഇടണം എന്ന് പറഞ്ഞാൽ ഐ എം ഷുവർ ദേ ഓൾ സ്റ്റാൻഡ് ടുഗെദർ.